കേരളത്തിന്റെ അഭിമാനമാണ് ഇടുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയുടെ മലനിരകളെ കേരളത്തോട് ചേർത്ത് നിർത്തിയത് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണമായിരുന്നു. ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിയിലൂടെയാണ് ഇടുക്കിയെ കേരളത്തിന് സ്വന്തമാക്കിയത്. അരയണ വിലയുള്ള ഫോമിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് 5 ഏക്കർ ഭൂമി. കർഷകനാണെന്ന് വിലയിരുത്തിയത് കയ്യിലെ തഴമ്പ് നോക്കി. പണിയായുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലയിലേക്ക് കർഷകരെ കുടിയിരുത്തിയത്. ഹൈറേഞ്ചിലേക്ക് എത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു. തോമസുകാര് ഒരു വണ്ടി ഉണ്ടായിരുന്നു, സെന്റ് തോമസ്. അത് ചങ്ങനാശ്ശേരി ആയിരുന്നു. പട്ടം കോളേജിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഉണ്ട്, ബസ് ഉണ്ടായിരുന്നു. എന്തോ ഒരു ദുരിതമായിരുന്നു, എന്തോ ഒരു ദുരിതമായിരുന്നു. ഓരോരുത്തർ പട്ടിണി കിടന്ന്, ഞങ്ങള് പട്ടിണി കിടന്നില്ല. ഓരോരുത്തര് പട്ടിണി കിടന്ന് പാണ്ടിയിലൊക്കെ പോയി ഓരോന്ന് വിറവ് കൊണ്ട് പോയി പാണ്ടിയുടെ സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. വെട്ടിറങ്ങിയിട്ട് എന്തൊരു ദുരിതമായിരുന്നു. വലിയ പോതയാ, ഇത്രയും പോത. അതിന് അത് ആരോ വന്ന് പിടിച്ച് വഹിക്കും. കടുത്ത മൂടൽ മഞ്ഞ്, കൊടും തണുപ്പ്, ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇടതൂർന്ന് പോതപ്പുല്ല് നിറഞ്ഞ ഭൂമി. കർഷകർ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ, ദേവിയാർ കോളനികളും സ്ഥാപിച്ചു. ഇന്നത്തെ നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ 5 ഏക്കർ വീതമുള്ള 1397 ബ്ലോക്കുകളാണ് അനുവദിച്ചത്. മുണ്ടിയെരുമയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമി നീക്കിവെച്ചു. മലയോര കുടിയേറ്റ കർഷക ജനതയുടെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ഒരു ദിനത്തിലേക്കാണ് 70ാമത് വാർഷികത്തിലേക്ക് പട്ടം കോളനി കടക്കുന്നത്. ഈ മണ്ണിൽ അത്യധ്വാനിച്ചുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട്, ചോര നീരാക്കി, മണ്ണിൽ വിയർപ്പ് ഉണ്ടാക്കി, സുഗന്ധവ്യഞ്ജന മേഖലയുടെ പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റിയ ഒരു കൂട്ടം കർഷക ജനതയുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കഥകളാണ് 70 ആണ്ട് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. തമിഴ്നാടിൻ്റെ ഭാഗമായി മാറിപ്പോവേണ്ട ഈ പ്രദേശത്തെ എല്ലാം കേരളത്തിൻ്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ പട്ടം താണുപിള്ള നടത്തിയ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും ശക്തമായിട്ടുള്ള നീക്കവുമായിരുന്നു
കല്ലാർ പട്ടം കോളനിയിൽ കർഷകരെ കുടിയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. ആയുധങ്ങൾ, തൂമ്പ, അതേപോലെ തന്നെ പിക്കാസ്, മൺവെട്ടി, അങ്ങനെയുള്ള പല സാധനങ്ങളും കൊടുത്തിട്ടാണ് ഈ 5 ഏക്കർ സ്ഥലം കൂടി കൃഷിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അന്ന് കാട്ടാനയും അതേപോലെ തന്നെ മലമ്പാമ്പുകളോടൊക്കെ പടവെട്ടിയിട്ടാണ് ഇവിടെ നമുക്ക് കൃഷിഭൂമിയാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഇന്ന് കുടിയേറ്റ ജനതയ്ക്കെതിരെയൊക്കെ ഉള്ള ധാരാളം കാര്യങ്ങൾ, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ മലയോര കർഷക ജനത കുടിയിരുത്തപ്പെട്ടതാണ് എന്ന കാര്യം പലരും അറിയത്തില്ല. യഥാർത്ഥത്തിൽ കുടിയേറിയവരല്ല, കുടിയിരുത്തപ്പെട്ടവരാണ് കല്ലാർ പട്ടം കോളനിയിലെ കർഷകർ, മറ്റു പല സ്ഥലങ്ങളിലെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമാണുള്ളത്. ഇന്ന് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ പിതാമഹന്മാരായിട്ടുള്ള ആളുകൾക്ക് 3 തലമുറയ്ക്കപ്പുറത്തുള്ള ആളുകൾക്കാണ് ഈ കോളനിയൊക്കെ കിട്ടുകയുണ്ടായത്. കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഭൂമി അനുവദിച്ചു. ഒപ്പം വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു. നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയാണ് ഭൂമി അനുവദിച്ചത്. 1955 ജനുവരി മാസം 20-ാം തീയതി ഭൂമി 5 ഏക്കർ കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് അവരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 5 ഏക്കർ വീതം ഭൂമിയാണ് അന്ന് നൽകിയിരുന്നത്. അങ്ങനെ 5 ഏക്കർ വീതം ഭൂമി നൽകിയിരുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ചവർക്ക് ജീവിക്കാൻ മതിയായ ഒരു സാഹചര്യമില്ല. കാരണം ആഹാര വസ്തുക്കൾ, യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ബാല്യത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്ന വാഹന സൗകര്യം എന്ന് പറയുന്നത് കുമളി മൂന്നാർ എന്ന ഒരു MPT എന്ന് പറയുന്ന ഒരു ബസ് മാത്രമാണ്. അത് പാമ്പാടംപാറ വഴി പോകും. അപ്പോൾ പാമ്പാടംപാറ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വേണം നമ്മൾ ഈ പട്ടം കോളനി പ്രദേശത്തേക്ക് കടന്നു വരാനായിട്ട്. ബാക്കി കുറേ ആൾക്കാർ നെടുങ്കണ്ടം കോമ്പയാർ ഭാഗത്ത് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് നെടുങ്കണ്ടത്തിൽ നിന്നിറങ്ങാം. ബാക്കിയുള്ളവർ പാമ്പാടംപാറയിൽ നിന്ന് ഇറങ്ങി വേണം വരാൻ. അങ്ങനെ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ നടന്ന് ചുമടുമായിട്ട്, നാട്ടിൽ നിന്ന് എല്ലാ ചുമടും ആഹാര സാധനങ്ങളടക്കമുള്ളത് കൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ടിരുന്ന വഴിക്ക് വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാനയുടെ ഉപദ്രവം അടക്കമേറ്റ് പലരും മരിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പട്ടം കോളനി അനുവദിച്ച പട്ടം കോളനിയുടെ കുടിയിരുത്തപ്പെട്ട കൃഷിക്കാർക്ക് ഉപജീവനത്തിന് വേണ്ടി ആണ് അന്ന് 900 രൂപ ലോൺ അനുവദിക്കുന്നത്. ബ്ലോക്ക് അനുവദിച്ച കൂട്ടത്തിൽ തന്നെ 900 രൂപ ലോൺ അനുവദിച്ചു. ആ ലോൺ എന്ന് പറയുന്നത് 20 രൂപ മുതൽ ആണ് അതിൻ്റെ ഒരു ഗഡുക്കൾ കിട്ടുന്നത്. 20, 40, 50 എന്നീ നിലയിലാണ് അതിൻ്റെ ഗഡുക്കളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗഡുക്കൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കിത് ഒന്നും എത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിന് വിലയുണ്ട്. ഒരു രൂപ എന്ന് പറയുമ്പോൾ 3 കിലോ അരി വരെ കിട്ടുന്ന സ്ഥിതിയുണ്ട് 1 രൂപയ്ക്ക്. അപ്പോൾ 10 രൂപ കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും. പക്ഷേ അതിന് സാധനങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ്. അതും കോട്ടയം പോലുള്ള ഇവിടെ വിട്ടുള്ള പ്രദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പട്ടം കോളനിയോടൊപ്പം 3 കേന്ദ്രങ്ങളിലായിട്ടാണ് വസ്തു കൊടുത്തിട്ടുള്ളത്. 3 കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മറയൂർ, കാന്തല്ലൂർ, മറയൂർ 500 ഏക്കർ വീതം, 500 പേർക്ക് വീതവും പട്ടം കോളനിയിൽ 5 ഏക്കർ വീതം 1500 പേർക്കുമാണ് വസ്തു അന്ന് കൊടുത്തത്. അപ്പോൾ പട്ടം കോളനിയിൽ നിന്നും കുറേ പേര് മറയൂർ, കാന്തല്ലൂർ ഭാഗത്തേക്കും. പട്ടം കോളനിയുടെ വിജയകഥ കൂട്ടായ്മയുടെ വിജയഗാഥയാണ്. നാടിന്റെ സപ്തതി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷമാക്കുകയാണ് നാട്ടുകാർ. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.